എങ്ങനെയാണ് തൊപ്പി കേരളത്തിലെ ബിഗ്ഗസ്റ്റ് സ്ട്രീമിംഗ് യൂട്യൂബർ ആയത്? നമ്മൾ വീഡിയോയിലേക്ക് കിടക്കണേക്ക് മുന്നേ തന്നെ നമ്മുടെ തൊപ്പി കഴിഞ്ഞ 2-3 മാസം മുന്നേ സ്ട്രീമില് വെളിപ്പെടുത്തിയ ഒരു ഡീലിനെ കുറിച്ച് ഞാൻ കാണിച്ചു. 5 മണിക്കൂർ എത്ര? 1 ലക്ഷം. 1 ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ആലോചിച്ച് നോക്ക്. ഞാൻ 8 മണിക്കൂർ സ്ട്രീം ചെയ്ത ദിവസം ഉണ്ട് ഓരോ ദിവസം. എന്നിട്ട് അപ്പൊ ഒരു മാസം എത്രയായി? അങ്ങനെ എന്തൊക്കെ മനസ്സിലായോ? അതായത് ഒരു ദിവസം സ്ട്രീം ചെയ്ത 1 ലക്ഷം റുപ്യ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രം തരും. പിന്നെ സൂപ്പർ ചാറ്റ്, ഗൂഗിൾ പേ അങ്ങനെ ആയിട്ട് കുറെ പൈസ ആടെ വരും. 1.5 കൊല്ലം മുന്നേ കുറെ പൊട്ടത്തരങ്ങൾ ചെയ്തിരുന്ന തൊപ്പിയായിരുന്നു ഈ ഒരു ഡീല് കിട്ടിയിട്ട് ഇപ്പോ ഇങ്ങനെ ഹൈ ക്വാളിറ്റി സ്ട്രീംസ് ചെയ്യുന്നത്. ഞാൻ തൊപ്പിയുടെ ചാനല് അനലൈസ് ചെയ്ത് നോക്കിയപ്പോ ഒരു തരത്തിലുള്ള എഡിറ്റിങ്ങോ തംബ്നെയിലോ അറ്റ്ലീസ്റ്റ് ടൈറ്റിൽ പോലും പ്രോപ്പർ ആയിട്ട് കൊടുക്കാതെയാണ് തൊപ്പി കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രീമറായി മാറിയത്. ഞാൻ വീണ്ടും തൊപ്പിയുടെ ചാനൽ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറെ പൊട്ടത്തരങ്ങളല്ലാണ്ട് വേറൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു 3 സ്റ്റെപ്പ് ഇക്വേഷൻ തൊപ്പി ബൈ ആക്സിഡന്റലി ചെയ്ത ഒരു 3 സ്റ്റെപ്പ് ഇക്വേഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയില്ലെങ്കിൽ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അനലൈസിംഗ് എ പ്രൊഡക്റ്റ് ഓർ സിസ്റ്റം to understand its design, functionality and components by working backwards from its final form. അതായത് ശരിക്കും ഇരിക്കുന്ന ഒരു സാധനത്തിൽ നിന്നും അത് അഴിച്ചു പറിച്ച് അതിന്റെ ഇനിഷ്യൽ ഫോമിൽ എത്തിയിട്ട് അതെങ്ങനെയാണ് വന്നേ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഇത് ചിലപ്പോൾ തൊപ്പി ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ ഇത് തൊപ്പിയുടെ ചാനലിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയുടെ ചാനൽ ഒരു 100K ഹിറ്റ് ചെയ്യുന്നത് വരെ ഗെയിം പ്ലേ വീഡിയോസിൽ മാത്രമായിരുന്നു പുള്ളിക്കാരൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഗെയിം പ്ലേ വീഡിയോസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പുള്ളി എങ്ങനെ 100K എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പറയുന്നത് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്നൈപ്പർ ആയിരുന്നു തൊപ്പി എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് പ്യുവർലി സ്കിൽസ്. പക്ഷേ ഇതിനു ശേഷം ഏതൊരു ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ പോലെയും തൊപ്പിയുടെ ചാനലും ഡെഡ് ആവാൻ തുടങ്ങി. ഇവിടെയാണ് തൊപ്പി തന്റെ മാസ്റ്റർ ബ്രെയിൻ യൂസ് ചെയ്തത്. വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് സ്ട്രീമറായ ഐഷോസ്പീഡിന്റെ ഒരു റെപ്ലിക്ക ആയിട്ടാണ് തൊപ്പി സ്റ്റാർട്ട് ചെയ്തത്. ഇത് തന്റെ വേ ഓഫ് സ്ട്രീമിംഗിലും തന്റെ മണ്ടത്തരങ്ങളിലും, പക്ഷേ ഈ മണ്ടത്തരങ്ങളും ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് തൊപ്പിക്ക് ഉണ്ടായിരുന്നു. ഇവിടെയാണ് തൊപ്പി തന്റെ 2ാമത്തെ സ്റ്റെപ്പ് യൂസ് ചെയ്തത് ബൈ ആക്സിഡന്റ്, ദ കൾട്ട് മാസ്റ്റർ. ഈ സമയം കൊണ്ട് തന്നെ തൊപ്പി കുറെ മണ്ടത്തരങ്ങൾ ചെയ്യുകയും അതിലൂടെ കുറെ കുട്ടികളെയും കുറെ ഓഡിയൻസിനെയും തന്റെ ഒരു ഹാർഡ് കോർ ഫാൻ ആയിട്ട് ഒരു ഓഡിയൻസ് ബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ തനിക്ക് ഹാർഡ് കോർ ഫാൻസ് ഉണ്ടാവുന്നതിന്റെ ഇടയ്ക്ക് നെഗറ്റീവ് ഓഡിയൻസും വന്നു. ഈ സമയത്താണ് ഒരു പോലീസ് കേസ് ഉണ്ടാവുകയും അത് ന്യൂസ് ചാനലുകളും റിയാക്ഷൻസും ട്രോൾസും കൊണ്ട് യൂട്യൂബും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നിറഞ്ഞു. അങ്ങനെ തൊപ്പിക്ക് ഓഡിയൻസ് ബേസ് വൈഡറായി. പക്ഷെ ഈ വൈഡറായ ഓഡിയൻസ് ബേസിലെ പകുതി പേരും തൊപ്പിന് തെറി വിളിക്കാനായിരുന്നു വന്നിരുന്നത്. ഐഷോസ്പീഡ് തന്റെ സ്ട്രീമിൽ ചെയ്തിട്ടുള്ള ഏറെക്കുറെ എല്ലാ മണ്ടത്തരങ്ങളും തൊപ്പിയും തന്റെ സ്ട്രീമിൽ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ യൂട്യൂബ് അൽഗോരിതം പ്രകാരം തൊപ്പിയുടെ വീഡിയോസിനും ലൈവ് സ്ട്രീമിനും എൻഗേജ്മെന്റ് വരാൻ തുടങ്ങി. അതായത് ലൈക്ക്, കമന്റ്, ഡിസ്ലൈക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഡിസ്ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോസിന് അത് റെക്കമെൻഡേഷൻ പോവാതിരിക്കില്ലെന്ന്. പക്ഷെ യൂട്യൂബ് എങ്ങും പറഞ്ഞിട്ടില്ല ഡിസ്ലൈക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് റെക്കമെൻഡ് ആവില്ല എന്ന്. അങ്ങനെ ഒരു വൈഡർ ഗ്രൂപ്പ് ഉണ്ടായി. അങ്ങനെ തന്നെ തൊപ്പിക്ക് ഒരു ഹാർഡ് കോർ ഫാൻ ബേസ് തന്നെ ഉണ്ടാവാൻ തുടങ്ങി. ഇതുകൂടാതെ തൊപ്പി ചെയ്ത വേറൊരു സ്ട്രാറ്റജിയാണ് തന്റെ സെയിം വേവ് ലെങ്തിലുള്ള ക്രിയേറ്റേഴ്സിനെ തന്റെ ലൈവ് സ്ട്രീംസിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഈ സെയിം വേവ് ലെങ്ത് ഉള്ള ക്രിയേറ്റേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഓഡിയൻസും തൊപ്പിയുടെ ഓഡിയൻസും സെയിം വേവ് ലെങ്ത് ആയതുകൊണ്ട് തൊപ്പിക്ക് ഈസിലി ആ ഓഡിയൻസിനെ തൊപ്പിയുടെ ഓഡിയൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി. ഇനിയാണ് തൊപ്പിയുടെ ഗ്രോത്തിലെ 3rd സ്റ്റെപ്പ്. നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പും തൊപ്പി അറിയാതെ ചെയ്തതായിരിക്കാം, പക്ഷെ ഈ സ്റ്റെപ്പ് ഒരുപക്ഷെ തൊപ്പി അറിഞ്ഞുകൊണ്ടായിരിക്കാൻ ചെയ്തത്. കണ്ടന്റ് ക്ലിപ്പിംഗ് ആൻഡ് നോ കോപ്പിറൈറ്റ് മൂവ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തൊപ്പിയുടെ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയോ തൊപ്പി റിലേറ്റഡ് എന്തെങ്കിലും കണ്ടന്റ് സെർച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന എല്ലാ റെക്കമെൻഡേഷനും കാര്യങ്ങളും ഷോർട്സ് അടക്കം തൊപ്പിയുടെ സ്ട്രീമിൽ നിന്നുള്ള ക്ലിപ്പിംഗ്സ് ആയിരിക്കും. പക്ഷെ ഇതൊന്നും തൊപ്പി അപ്ലോഡ് ചെയ്യണമെന്നല്ല. തൊപ്പിക്ക് കുറെ അധികം ഫാൻസ് പേജ് ഓൾറെഡി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ തൊപ്പി ചെയ്യുന്നതായിരിക്കാം. കാരണം വലിയ വലിയ ഇംഗ്ലീഷ് ക്രിയേറ്റേഴ്സ് ഇതേപോലെ ഒരു കൂട്ടം ആൾക്കാരെ ഹയർ ചെയ്തിട്ട് തനിക്ക് വേണ്ടി ഫാൻ പേജസ് തുടങ്ങാൻ പറയും. ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്ലിപ്സ് ഷോർട്ട് ഫോം ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഷോർട്സിനുമാണ് കൂടുതൽ എൻഗേജ്മെന്റും. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തൊപ്പി തന്നെ റിവീൽ ചെയ്തിട്ടുള്ളതാണ്, തൊപ്പിയുടെ കണ്ടന്റ്സ് ഒരിക്കലും കോപ്പിറൈറ്റ് കൊടുക്കാറില്ല തൊപ്പി. പക്ഷെ ഭൂരിഭാഗം ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്
വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽസിൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റില്ല. കാരണം യൂട്യൂബിന്റെ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം റീയൂസ്ഡ് കണ്ടന്റ്സിന് മോണിറ്റൈസേഷൻ സാധ്യമല്ല. ഇതൊക്കെ തൊപ്പി ചെയ്യിക്കുന്ന ചാനൽസ് ആണെന്ന് നമുക്ക് സംശയിക്കാതിരിക്കാനും പറ്റില്ല. കാരണം തൊപ്പി ഓൾറെഡി ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രീമർ ആയിട്ടുള്ള ഐഷൂസ് ഫീഡിനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. മിസ്റ്റർ ബീസ്റ്റ് പോലെയുള്ള ബിഗ്ഗസ്റ്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ കണ്ടന്റ് ക്ലിപ്പിംഗ്. മിസ്റ്റർ ബീസ്റ്റ് തന്റെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ബീസ്റ്റും ഇതുപോലെ കോപ്പിറൈറ്റ് കൊടുക്കാറില്ല എന്ന്. അതിന് മിസ്റ്റർ ബീസ്റ്റ് പറഞ്ഞത് അവർക്ക് വ്യൂസ് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, ലെറ്റ് ദം മേക്ക് മണി എന്നാണ്. പക്ഷേ ഇതിന് പിന്നില് മിസ്റ്റർ ബീസ്റ്റിന് നമ്മോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നില്ല. മിസ്റ്റർ ബീസ്റ്റിനെ കുറിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തുകയും പിന്നീട് കൂടുതൽ ഓഡിയൻസ് ഈ ഫാൻ പേജസിൽ ചെന്ന് വീഡിയോ കാണുന്നതിലുപരി മിസ്റ്റർ ബീസ്റ്റിന്റെ ഒറിജിനൽ ചാനലിൽ ചെന്ന് വീഡിയോ കാണാൻ തുടങ്ങും. അങ്ങനെ ഓഡിയൻസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഈ സെയിം സ്ട്രാറ്റജിയാണ് തൊപ്പി എവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഈ ഷോർട്ട് ഫോം കണ്ടന്റ്സ് ആണ് കൂടുതലും പുഷ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ തൊപ്പിക്ക് ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്താൻ സാധിച്ചു. തൊപ്പി ഒരു ജീനിയസ് ആയിരുന്നോ അതോ ബൈ ലക്ക് കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തൊപ്പി ഒരു ജീനിയസ് ആയിരുന്നു. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും തൊപ്പിക്ക് ഓഡിയൻസ് കൂടുന്തോറും തൊപ്പിയുടെ സ്ട്രീമിംഗ് ക്വാളിറ്റിയും കണ്ടന്റ് ക്വാളിറ്റിയും കൂടിക്കൊണ്ടിരുന്നു. ഇത് നിങ്ങൾ ഇപ്പോഴത്തെ തൊപ്പിയുടെ ലൈവ് സ്ട്രീമും ഒരു 2 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 1 കൊല്ലം മുന്നേ ഉള്ള തൊപ്പിയുടെ ലൈവ് സ്ട്രീമും ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുകൂടാതെ തൊപ്പി പുതിയ കാര്യങ്ങളും ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ തന്നെ കഴിഞ്ഞ 1.5 കൊല്ലത്തിൽ തൊപ്പിക്ക് 2 ബിസിനസ്, ഒരെണ്ണം ലൊട്ടാ ലോൾസും പിന്നീട് ഒന്ന് തൊപ്പി മെർച്ചൻഡൈസും സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു 3 സ്റ്റെപ്പ് ഇക്വേഷനിൽ കൂടെ ആയിരിക്കും തൊപ്പി തന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രീമിംഗ് ചാനൽ വളർത്തിക്കൊണ്ടുവന്നത്. അടുത്തതായി ആരുടെ ചാനൽ നമ്മൾ അനലൈസ് ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതേപോലത്തെ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്ത് വെച്ചേക്കാം.